കൽക്കി 2898 AD സിനിമ പ്രദർശനത്തിനെത്തിയിരിക്കുന്നു. പ്രഭാസ് നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് കൽക്കി 2898 AD ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായി മാറിയിരുന്നു. പ്രതീക്ഷകളൊക്കെ ശരിവയ്ക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നുണ്ടാകുന്നതും. കഥാതന്തുവും ആശയവും താല്പര്യമുളവാക്കുന്നതാണെന്ന് ചിത്രം കണ്ടവര് അഭിപ്രായപ്പെടുന്നു. കൽക്കി 2898 ADയിലെ മിത്തോളജിക്കല് ഭാഗങ്ങളുടെ അവതരണം മികച്ചതായിരിക്കുന്നു. ഇടവേളയും പഞ്ച് നൽകുന്നതാണ്. സ്ക്രീൻ പ്രസൻസില് കമൽഹാസൻ അതിശയിപ്പിക്കുന്നു. അമിതാഭ് ബച്ചനും നിറഞ്ഞാടുമ്പോൾ പശ്ചാത്തല സംഗീതം ഒരുക്കിയ സന്തോഷ് നാരായണനും പ്രശംസയർഹിക്കുന്നുവെന്നാണ് ചിത്രം കണ്ടവരെ എഴുതുന്നത്. അമിതാഭ് ബച്ചനും കമൽഹാസനും പുറമെ ചിത്രത്തില് ദീപിക പദുക്കോണും പ്രധാന വേഷത്തിലെത്തുന്നു. പ്രീസെയില് ബിസിനസ് 100 കോടി രൂപ കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്കി 2898 ADയുടെ പ്രമേയമെന്ന് സംവിധായകൻ നാഗ് അശ്വിൻ വ്യക്തമാക്കിയിരുന്നു. അവസാനിക്കുന്നത് 2898 ADയിലുമായിരിക്കുമെന്നും വ്യക്തമാക്കിയ സംവിധായകൻ നാഗ് അശ്വിൻ പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥ 6000 വർഷങ്ങളിലായി വ്യാപരിച്ചു നിൽക്കുന്നതായിരിക്കും എന്നും പറഞ്ഞിരുന്നു. ദേശീയതലത്തില് അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിന്റേതാണ് പ്രഭാസ് നായകനായ ചിത്രം കൽക്കി 2898 AD. ദീപിക പദുക്കോണ നായികയാകുമ്പോൾ പ്രഭാസ് ചിത്രത്തില് മറ്റ് പ്രധാന വേഷങ്ങളില് ഉലകനായകൻ കമൽഹാസനൊപ്പം അമിതാഭ് ബച്ചനും എത്തുന്നുണ്ടെന്നതും ആവേശത്തിലാക്കുന്നു. പ്രഭാസ് നായകനാകുന്നത് ടൈം ട്രാവല് സിനിമ അല്ല എന്ന് സംഭാഷണ രചയിതാവായ സായ മാധവ് ബുറ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംവിധായകൻ നാഗ് അശ്വിൻ തിരക്കഥാകൃത്തുമായ ചിത്രത്തിന്റെ പ്യാരോ ശബരിയാണ്.